ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അനു കോഡ് ഹബ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ PHP സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് മെയിൽ സെൻഡ് ചെയ്തതെന്നാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് PHPന്റെ തന്നെ ഓപ്പൺ സോഴ്സ് ലൈബ്രറി PHP മെയിലർ ആണ്. ഇതിൽ ഒരു സെറ്റ് ഓഫ് ക്ലാസ്സസും മെത്തേഡ്സും ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് മെയിൽ കമ്പോസ് ചെയ്യാം. കമ്പോസ് ചെയ്യുമ്പം നോർമൽ ആയിട്ടുള്ള ടെക്സ്റ്റ് മാത്രമല്ല, നമുക്ക് HTML എലമെന്റ്സ്, HTML ഇമെയിൽ സെൻഡ് ചെയ്യാം. അറ്റാച്ച് ഫയൽ അറ്റാച്ച്മെന്റ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ മെയിൽ സെർവേഴ്സോ SMTP സെർവേഴ്സുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റേണൽ മെയിൽ സെർവേഴ്സിനെ കണക്ട് ചെയ്ത് മെയിൽ സെൻഡ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കിയാലോ. അതിന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ വേണ്ടത്. ഒന്ന് PHP മെയിലർ വേണം, പിന്നെ SMTP സെർവർ കോൺഫിഗറേഷൻ, അതായത് ഹോസ്റ്റ് ഡീറ്റെയിൽസ് വേണം. ഗിറ്റ്ഹബിലേക്ക് പോകുക. അത് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വരുമ്പം ഒരു കമാൻഡ് കാണാം, കമ്പോസർ എന്ന് പറഞ്ഞിട്ടുള്ള. നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോന്റെ ടെർമിനലിലേക്ക് പോയി ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് എൻ്റർ അടിക്കുമ്പം നമ്മുടെ സിസ്റ്റത്തിൽ ഈ PHP മെയിലർ ഇൻസ്റ്റാൾ ആയിക്കോളും. സപ്പോസ് കമ്പോസർ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ അതാണ് കേട്ടോ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അത് കമ്പോസർ സെർച്ച് ചെയ്യുക, ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് പോകുമ്പം EXE ഫയൽ നമുക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. നോർമൽ ആയിട്ടൊരു ഫയൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഫയൽ ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പൊ കമ്പോസർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് PHP മെയിലറും ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് രണ്ടുമാണ് നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങൾ. നമുക്ക് നേരെ കോഡിങ്ങിലേക്ക് പോകാം. ഞാൻ ജസ്റ്റ് സെൻഡ് മെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു PHP എക്കോ സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യമുള്ള നെയിം സ്പേസുകളാണ്. അതായത് PHP മെയിലർ എക്സെപ്ഷൻസ്, ഇതൊക്കെ ഓൾറെഡി മെയിലർ പ്രൊവൈഡ് ചെയ്യുന്ന നെയിം സ്പേസസ് ആണ്. അതൊക്കെ ഡിഫൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് PHPന്റെ തന്നെ മെയിലറിന്റെ തന്നെ ഓട്ടോ ലോഡ് ഫംഗ്ഷനെ നമ്മുടെ പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് PHP മെയിലർ ക്ലാസ്സിലെ മെയിലർ ക്ലാസ്സിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യും. അതായത് മെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് അതിന് ക്രിയേറ്റ് ചെയ്യും. ഇത് കണ്ടില്ലേ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെർവർ സെറ്റിംഗ്സ് കൊടുക്കും. അതായത് നമ്മുടെ SMTP സെർവറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കും. അത് ഈസ് SMTP എന്ന് പറയുമ്പം SMTP ത്രൂ ആണ് റൺ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഹോസ്റ്റ് നെയിം കൊടുക്കും. ഒതന്റിക്കേഷൻ ട്രൂ ആണോ എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ ഹോസ്റ്റ് നെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീഫാൾട്ട് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി SMTP സെർവർ ഹോസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് യൂസർ നെയിം ആയിട്ട് നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. പാസ്വേഡ് ആയിട്ട് ഇമെയിലിന്റെ പാസ്വേഡ് അല്ല കൊടുക്കേണ്ടത്. അതിന് പകരം നിങ്ങളുടെ ആപ്പ് പാസ്വേഡിലെ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ആ പാസ്വേഡ് ഇല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് മെയിലിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ടാബിൽ പോകുക. അത് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വരുമ്പം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷന്റെ ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ പോയി സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് ആ പാസ്വേഡ് ജനറേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണും. അവിടുന്ന് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് SMTP സെക്യൂർ, അതായത് എൻക്രിപ്ഷൻ മെത്തേഡ് ആണ്. ഇവിടെ TLS മെത്തേഡാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ SMTP സെർവറിന്റെ പോർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡിഫാൾട്ട് ആയിട്ട് 587 ആയിരിക്കും അതിന്റെ പോർട്ട് ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട് ഏതാണോ അത് നിങ്ങൾ ഇത് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസിപ്പിയൻസിനെ സെറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സെയിം മെയിൽ ID ആണ് ഫ്രമിനും ടുവിനും വേണ്ടി യൂസ് ചെയ്യുന്നത്. എൻ്റെ മെയിൽ ID ആണ് പേഴ്സണൽ മെയിൽ ID. ആ മെയിൽ ID ഞാൻ ഫ്രം ആയിട്ട് ഇത് സെറ്റ് ഫ്രം എന്നുള്ളതും ആഡ് അഡ്രസ് എന്നുള്ളതും PHP മെയിലറിന്റെ ഡിഫാൾട്ട് മെത്തേഡാണ്. അതിന് കോൾ ചെയ്യുക. അതിൻ്റെ അകത്ത് മെയിൽ ID സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഫ്രമിന്റെയും ട്യൂവിന്റെയും യൂസർ നെയിമും കോമയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഞാൻ ഫ്രം ആയിട്ട് മെയിൽ ID കൊടുക്കുന്നു, കോമ അനു കൊടുക്കുന്നു. അതുപോലെ തന്നെ ട്യൂവിന്റെ ID കൊടുക്കുന്നു, കോമയായിട്ട് സിജു ആണ്. ഞാൻ സിജുവിനാണ് ഞാൻ മെയിൽ സെൻഡ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഡയറക്റ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഡൈനാമിക് ആയിട്ട് ചെയ്യാം. ഓക്കെ,
അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പോസ് മെയിലിന്റെ പാർട്ടാണ്. അതായത് ആദ്യം നമ്മുടെ ഒരു മെയിലിൽ എന്താ ഉള്ളത്, ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ബോഡി ഉണ്ടാവും. സബ്ജക്റ്റ് ആയിട്ട് ഞാൻ ഇത് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കീവേഡ് ആണ് കേട്ടോ. ഒബ്ജക്റ്റ് ത്രൂ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ എടുക്കുന്നു, വെൽക്കം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, ബോഡി ആയിട്ട് PHP ട്യൂട്ടോറിയൽസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് PHPന്റെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ സെൻഡ് യൂസ് ചെയ്തിട്ട് ഇത് സെൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഒന്നും കൂടെ പറയുവാണെങ്കിൽ നെയിം സ്പേസിനെ ഇൻക്ലൂഡ് ചെയ്യുക, SMTP കോൺഫിഗറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക, റെസിപ്പിയൻസിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഇമെയിലിന്റെ ബോഡി സെറ്റ് ചെയ്ത് കൊടുക്കുക, സബ്ജക്റ്റും ബോഡിയും സെറ്റ് ചെയ്ത് കൊടുക്കുക, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ സെൻഡിനെ കോൾ ചെയ്യുക. അപ്പം നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാം. അപ്പം നമുക്കിതിന്റെ ഔട്ട്പുട്ട് നോക്കിയാലോ. ഇവിടെ സെൻഡ് മെയിൽ എന്നുള്ളത് ഡീഫാൾട്ട് എക്കോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ക്ലിക്ക് ചെയ്യും. ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്റ്റേണൽ സെർവറിനെ എടുക്കണമല്ലോ. അപ്പം മെസ്സേജ് ഹാസ് ബീൻ സെൻഡ് എന്നുണ്ട്. ഞാനിവിടെ ഒരു ടാബിൽ മെയിൽ ID ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കണ്ടോ, ഞാൻ ഒരു മെയിൽ വന്നിട്ടുണ്ട്. അവിടെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഹെഡ് സബ്ജക്റ്റും ഡീറ്റെയിലും ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ ടെക്സ്റ്റിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നാണ്. അതിന് ആഡ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതിൽ നിന്ന് ഞാൻ അറ്റാച്ച് ചെയ്യേണ്ട ഫയലിന്റെ നെയിം സ്പെസിഫൈ ചെയ്യുന്നു. അത് സെൻഡ് ചെയ്യുമ്പോൾ നെയിമും സ്പെസിഫൈ ചെയ്യുന്നു. സെയിം നെയിമാണ് ഞാൻ രണ്ടിനും കൊടുത്തിരിക്കുന്നത്. എഗെയിൻ നമ്മൾ റൺ ചെയ്യുക. നമ്മുടെ മെയിലിലേക്ക് പോകുമ്പം അവിടെ നേരത്തെ ഉള്ള ഡീറ്റെയിൽസിന്റെ കൂടെ കണ്ടോ design.png എന്ന് പറഞ്ഞിട്ട് ഒരു ഫയലും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് HTTP മെയിലാണ്. അതിന് ഈസ് HTML എന്നുള്ള ഫംഗ്ഷന് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യണം. എന്നാലേ HTML സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഹെഡർ ടാഗ് സെറ്റ് ചെയ്യുന്നു, ഒരു പാരഗ്രാഫ് ടാഗ് സെറ്റ് ചെയ്യുന്നു. ഈ പാരഗ്രാഫ് ടാഗ് ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പാരഗ്രാഫ് ടാഗിൽ സെൻഡ് മെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു H1 ടാഗും ഒരു P ടാഗും ആണ് HTMLന്റെ ഉള്ളത്. ഇവിടെ ഔട്ട്പുട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മൾ റൺ ചെയ്യുന്നു. ഇത് ഒരു ടൈം കൺസ്യൂമിംഗ് ആണ്, കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് പോവുക. നമുക്കൊരു പുതിയ മെയിൽ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പം H1 ടാഗ് യൂസ് ചെയ്തിട്ട് PHP ട്യൂട്ടോറിയൽ സ്റ്റൈൽ വന്നിട്ടുണ്ട്. പാരഗ്രാഫ് ടാഗിന്റെ ആണ് സെൻഡ് മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് HTML മെയിൽ PHP മെയിലേഴ്സ് യൂസ് ചെയ്ത് സെൻഡ് ചെയ്യുന്നത്. അപ്പം ഗിറ്റ് URL ഞാൻ ഡിസ്ക്രിപ്ഷൻ ടാബിൽ കൊടുത്തേക്കാം. അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ സിമ്പിൾ എക്സാമ്പിൾ, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന സിമ്പിൾ എക്സാമ്പിൾ ഈ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ചെയ്തത്. സെർവറിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ റെസിപ്പിയൻസ് സെറ്റ് ചെയ്യുന്നതും അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും HTML മെയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും സെൻഡ് ഫംഗ്ഷൻ എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് വേണ്ട വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്